ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ കോർ കോൺസെപ്റ്റിനെ ലെയറുകൾ കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് അതിനൊരു നല്ല അടിത്തറ കൊടുക്കാൻ നോക്കും. എന്നാൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ഈ സിനിമയിൽ നായകൻ അനുഭവിക്കുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷനും കാണുന്ന പ്രേക്ഷകന് ഫീൽ ചെയ്യാൻ പാകത്തിന് ഒന്നും തന്നെ മേക്കിങ്ങിൽ ചെയ്യുന്നില്ല. പുതുമയ്ക്ക് വേണ്ടി ഒട്ടും ശ്രമിക്കാത്ത എഴുത്ത് തന്നെയാണ് ഇതിലെ പ്രധാന പ്രശ്നം. ഏറ്റവും ജനറിക്കായ കാരണങ്ങളാണ് ഈ ഭാഗത്ത് അരുൺ വൈഗ് ഉപയോഗിക്കുന്നത്. റിയൽ ലൈഫിലെ പ്രശ്നങ്ങൾ പലപ്പോഴും ക്ലീഷയാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ നല്ല ഫിലിം മേക്കിങ്ങിന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ സ്ഥിരം സാധനങ്ങളെ മികച്ചതും വ്യത്യസ്തവുമായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഉട്ടോപ്യനായിട്ടുള്ള സ്വപ്നങ്ങളും അംബീഷ്യസ് ആയിട്ടുള്ള പരിഹാരങ്ങളും ഒരു സിനിമ എന്ന നിലയിൽ ഒരുപക്ഷെ വർക്ക് ചെയ്തേനെ. പക്ഷെ തുടക്കം മുതലേ അതിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം വേണമായിരുന്നു. ഈ സിനിമയിൽ ഒരു പൂക്കൃഷി വിപ്ലവം നടക്കുന്ന ഭാഗമൊക്കെ ഏതാണ്ട് ഇന്ത്യൻ 2 ലെവൽ കോമഡി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു രാജേഷ് മുരുകേശന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുത്തി നിറച്ച് ആ ഭാഗത്തെ രക്ഷിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മഴവിൽ കാവടി സിനിമയിൽ തല മുറിയുമ്പോൾ ജയറാം പൗഡർ വെച്ച് പൊത്തി എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇത്.